വെറും ഒരു വർഷം കൊണ്ട് തന്നെ നല്ല മണി മാതിരി ചക്കച്ചുളകൾ കിട്ടുന്ന ഒരു ചക്കക്കഥയാണ് കേട്ടോ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോണത്. നമ്മൾ ഒരു വർഷത്തിന് മുൻപായിരുന്നു കേട്ടോ നമ്മുടെ ഹൈബ്രിഡിന്റെ ചക്കന്റെ തൈ വാങ്ങിച്ച് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു വർഷം കൊണ്ട് തന്നെ അത് പെട്ടെന്ന് വളർന്നു കേട്ടോ. വലിയ മരമൊന്നും ആവില്ല, കുഞ്ഞൻ മരമാണ്. അതിൻ്റെ താഴെ നമുക്ക് 4 ചക്കകൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം സൈഡ് ഇത് നിൽക്കാനുള്ള ഒരൊറ്റ വേരിലാണ് ഈ 4 ചക്കയും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരെണ്ണം സൈഡിൽ പെട്ട് അത് വളരാൻ ഗ്യാപ്പില്ലാതെ അളിഞ്ഞു പോകുമായിരുന്നു കേട്ടോ. ബാക്കി 3 അങ്ങനെ തന്നെയുണ്ട്. അപ്പം ഞാൻ അതുവഴി ഇങ്ങനെ ഒന്ന് നടന്നു പോകുന്ന സമയത്ത് നല്ലൊരു മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇവൻ പഴുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിയണത്. പിന്നെ നെയ്തുക്കുട്ടനാണെന്നുണ്ടെങ്കിൽ മണത്തിട്ട് വെറുതെ അതിൻ്റെ മീതെ പോയിട്ട് ഇങ്ങനെ മണത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഭയങ്കര ചെറുതാണ്, പക്ഷേ ഹൈബ്രിഡ് ഇങ്ങനത്തെ തൈകളിൽ കുഞ്ഞൻ ചക്കയാണ് കായ്ക്കുക. പക്ഷേ ഇത് മുറിച്ചെടുക്കുന്ന സമയത്ത് വേസ്റ്റ് വളരെ കുറവായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ചുളകളുണ്ടല്ലോ, നല്ല മണി മാതിരിയുള്ള ചക്കച്ചുളകളാണ് കേട്ടോ കിട്ടിയത്. ഞാൻ വിചാരിച്ചില്ല, കാരണം കുഞ്ഞനാണല്ലോ, അപ്പോൾ ഉള്ളിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ എൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിയിട്ടോ. അടിപൊളി മണി മാതിരി നല്ല സൂപ്പറായിട്ടുള്ള ചക്കച്ചുളകളാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അടിപൊളിയാണ്, വേറെ ലെവലാണ്. എനിക്ക് ഒന്നും തന്നെ പറയാനില്ല കേട്ടോ. അതും നമ്മൾ ആദ്യമായിട്ടൊരു ചെടി വെച്ച് അത് വളർന്ന് അതിൽ കായ ഉണ്ടായി അത് നമ്മൾ കഴിക്കുമ്പോഴും അത് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഉള്ളൊരു സുഖം അതൊന്ന് വേറെ തന്നെയാണല്ലേ. അത് അനുഭവിച്ചവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കട്ട് ചെയ്തപ്പോൾ ശരിക്കും ഷോക്കിംഗ് ആയി പോയി കേട്ടോ. ഇത് നല്ല മഞ്ഞയും അല്ല, നമ്മുടെ സാധാ മഞ്ഞ കളറിലും അല്ല, ഓറഞ്ചും അല്ലാതെ ഒരു ഇടത്തരം, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഈ തേയിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ ഓരോ ചുളകളായിട്ട് എടുത്തു. ഇതിൻ്റെ മെഡലിന് വരെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ വലിയ ചക്കയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് മെഡൽ കൂടുതലായിരിക്കും, അതേപോലെ തന്നെ ചുളകളാണെന്നുണ്ടെങ്കിൽ കുറവായിരിക്കും അല്ലേ, അതേപോലെ തന്നെ മീഡിയം സൈസിലായിരിക്കും. പക്ഷേ ഇവനാണെന്നുണ്ടെങ്കിൽ വളരെ വലിപ്പം ചെറുതാണ്, പക്ഷേ ഉള്ളിൽ വലിയ ചക്കച്ചുളകളും അതേപോലെ തന്നെ മെഡലൊക്കെ വലുതായിരിക്കും. പക്ഷേ മെഡൽ വളരെ കുറവാണ്, വേസ്റ്റ് തീരെയില്ല കേട്ടോ. ഇതിൽ ഫുള്ളായിട്ടും ചക്കച്ചുളകളാണ്. ടേസ്റ്റിൻ്റെ കാര്യം ഒരു രക്ഷയില്ല, ശരിക്കും നമുക്ക് ഇങ്ങനെ തേന് പോലെയുള്ള മധുരമാണ് കേട്ടോ. അപ്പം ഞാനിതിന്ന് ചുളകളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ വീട് വെക്കുന്നവരൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനത്തെ ഒരു തൈ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിച്ച് വെക്കണം കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ വർഷത്തിൻ്റെ ഉള്ളിൽ 2-ാം വർഷം ആകുമ്പോഴത്തേക്കും തന്നെ ഇതിൽ കായ ഉണ്ടാവും, പെട്ടെന്ന് വളർന്നു വരും കേട്ടോ. നിങ്ങൾ ചെറിയ തൈ വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വലുതാവും. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഇത് പെട്ടെന്ന് ഇത്രയ്ക്കും കായ്ച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. പിന്നെ ഇത് വലിയ മരമൊന്നും ആവില്ല, മീഡിയം സൈസാണ്. ആ മരം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അത് മരം ആണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും കുഞ്ഞനാണ്. പക്ഷേ അതിലെ കായ് കിടിലനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഒരു തൈ വാങ്ങിച്ച് നട്ട് നോക്കൂ. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എന്താ പറയുക ടേസ്റ്റും അതിൻ്റെ ഒരു സുഖവും ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ തൈകൾ വാങ്ങിക്കൂ കേട്ടോ. അപ്പോൾ പാലക്കാട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാളയാറ് ഭാഗത്തു നിന്നാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചത്. നിങ്ങൾ നോക്കിക്കോളൂ.